ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൺമണിയെ എന്തായാലും കൃപയെ നോക്കാൻ വേണ്ടിയിട്ട് ക്രഷിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനു വേണ്ടി തന്നെ ക്രഷ് കൺമണിയെ കാണാനായിട്ട് പോകുന്ന സമയത്താണ് വീണ്ടും കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നത്. വരുൺ വന്നിട്ട് കൺമണിയെ കൂട്ടിക്കൊണ്ട് പോവാണ് ക്രഷിൻ്റെ അടുത്ത് നിന്ന്. കാരണം ക്രഷുമായിട്ട് ഇങ്ങനെ നടക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് വരുൺ. അതുകൊണ്ട് തന്നെ അവളോട് പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വളരെയധികം മോശമായ രീതിയിൽ തന്നെ കൃഷ്ണയും കൺമണിയും അപമാനിക്കായിട്ടോ വരുൺ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കൺമണി വരുണിനോട് പോകാനായിട്ട് പറയുന്നു. പിന്നീട് കൺമണിയും അതുപോലെ തന്നെ കൃഷ് സാറും കൂടി സംസാരിക്കുകയാണ്. കൺമണി, നിന്നോട് എനിക്ക് സാധാപമുണ്ട്. മാത്രമല്ല, നീ ആ വരുണിനെ പോലെയുള്ള ഒരാളെ വിവാഹം കഴിക്കരുത്. അവനെന്താ ചെറുതായിട്ടൊരു മദ്യപാനവും അതുപോലെ വൃത്തികെട്ട ശീലങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവൻ്റെ പെരുമാറ്റം ഒട്ടും ശരിയല്ല. നീ വലിയൊരു കുരുക്കിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നീ ഈ വിവാഹം വേണ്ടെന്ന് വെക്കുകയായിരിക്കും നിൻ്റെ കരിയറിനൊക്കെ നല്ലത്. നല്ലൊരാളെ കണ്ടുപിടിച്ച് വീണ്ടും വിവാഹം കഴിക്കുകയാണ് നിനക്ക് നല്ലത് കൺമണി. നിൻ്റെ നല്ല ഭാവിക്കും നിന്നോടുള്ള ഇഷ്ടക്കൂടുതലും കൊണ്ടും പറയുകയാണ് ഞാൻ. നീ അത് മനസ്സിലാക്കണമെന്നൊക്കെ കൃഷി കൺമണിയോടായിട്ട് പറയുന്നു. അപ്പോൾ കൺമണിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം കൂടി കൺമണിയോട് ചോദിക്കാനുണ്ട്. വേറൊന്നുമല്ല, കൺമണി ആ നാലിമാല വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെ ആ സമയത്ത് ഞാൻ കെട്ടിയതാണ്. എന്നിട്ടും കൺമണി ആ താലിമാല അഴിച്ചു കളയാനായിട്ട് നിന്നില്ല അല്ലേ എന്ന് പറയുന്നുണ്ട്. സാർ ഇപ്പോഴാണ് അത് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ, കൺമണിക്ക് അന്ന് പനിയായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ കൺമണിയുടെ കഴുത്തിൽ അത് ഞാൻ കണ്ടു. അത് ആ സിറ്റുവേഷനിൽ ഞാൻ കെട്ടിയതാണ്. അതിനിത്ര വലിയ മൂല്യമൊന്നും കൽപ്പിക്കേണ്ട. കൺമണി അത് അഴിച്ചു കളയായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയോട് സോറി പറയുകയാണ്. വരുണിനോട് ഇങ്ങനെ ഞാൻ വളരെ രീതിയിൽ സംസാരിച്ചതിന് എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സർ ഞാനല്ലേ സോറി പറയേണ്ടത്, സാറിനെ എത്രമാത്രം അപമാനിച്ചു അവർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും വീട്ടിലാണ് കാണിക്കുന്നത്. അവിടെ അമ്മായിമാരും അതുപോലെ തന്നെ ലക്ഷ്മിയോട് സംസാരിക്കുന്നു. ലക്ഷ്മി അടയൊക്കെ ഉണ്ടാക്കി അമ്മായിമാർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിത് കഴിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുക്കാട്ടോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ധനലക്ഷ്മിയോട് അമ്മായിമാർ പിണങ്ങി നിൽക്കുകയാണ്. കാരണം അമ്മായിമാർക്ക് കിട്ടേണ്ടതെല്ലാം തന്നെ അടിച്ചു മാറ്റാനാണ് ധനലക്ഷ്മി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതറിഞ്ഞോടുകൂടി തന്നെ അമ്മായിമാർ ധനലക്ഷ്മിക്ക് എതിരായി തന്നെ നിൽക്കുന്നു. അതിനുശേഷം ഇവളുടെ സോപ്പാണ് ഇതൊക്കെ. അതായത് ഇത് കൺമണിയുടെ കൂടരുത്. കാരണം കൺമണിയെ എല്ലാവരും കൂടി വെറുക്കണമെന്ന രീതിയിൽ തന്നെയാണ് ധനലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനായിരിക്കാം എന്ന് കരുതി നിങ്ങളും ഞാനും ഒരേപോലെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൺമണിയുടെ അങ്ങനെ അമ്മായിമാരെന്തായാലും അവളെ സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ ധനലക്ഷ്മിയുടെ ഈ പ്ലാനൊന്നും നടക്കില്ല, ഞങ്ങൾ ഇനി കൺമണിയുടെ തന്നെ ആയിരിക്കും എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ നിൻ്റെ കൂടെ ഇനി ഒരിക്കലും തന്നെ നിൽക്കില്ല എന്നും പറയുന്നു. അപ്പോൾ തന്നെ ധനലക്ഷ്മി കാര്യം മനസ്സിലായി, എന്ത് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, ഇവർ എൻ്റെ കൂടെ നിൽക്കില്ലേ ഇനി എന്നുള്ളത്. വീണ്ടും കൺമണിയെ കാണിക്കുന്നു. കൺമണിയാണെങ്കിലോ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്ന സമയത്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ വേദനയോടുകൂടി ആലോചിക്കുകയാണ്. ആ താലിമാല പൊട്ടിച്ച് എന്ന് കളയണമെന്ന് തന്നെയാണ് കൺമണി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അമ്പലത്തിലേക്ക് പോയിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനിത് എന്താ ചെയ്യേണ്ടത്, എല്ലാ പ്രശ്നങ്ങളും ഇപ്പം തീർന്നു, ഈ താലി അഴിച്ചു മാറ്റിയാൽ ഇത് മാത്രമുള്ള എൻ്റെ മുന്നിൽ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്, ഇന്ന് ഞാനിത് അഴിച്ചു മാറ്റുമെന്നൊക്കെ കൺമണി പറയുന്നുണ്ട്. അപ്പോഴാണ് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഈ താലി കെട്ടിയ ഒരാൾ തനിക്കുണ്ടെന്നും ഇത് 90 ദിവസത്തിനകം അത് ആ സ്നേഹം തനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഈ താലിമാല പൊട്ടിച്ചെറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയം വരെ വേണമെങ്കിൽ കാത്തു നിൽക്കണോ എന്ന രീതിയിൽ തന്നെ കൺമണി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിനാണ് കൃഷ് സാറ് വരുന്നത്. വന്നതിന് ശേഷം അവിടെ പൂജാരിയോട് സംസാരിച്ചിട്ട് വരുന്നു. അങ്ങനെ വീണ്ടും കൺമണിയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. കൺമണി, ഞാൻ നിന്നെ കാണാൻ വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നപ്പോൾ ഒരു അസ്വസ്ഥതക്കേട്, അമ്മയാണെങ്കിലോ കൺമണിയുടെ കാര്യം എന്തായെന്ന് ചോദിച്ചിട്ട് എനിക്ക് സമാധാനം തരുന്നില്ല. നിന്നെ കൂട്ടിക്കൊണ്ട് പോരാനാണ് അമ്മ എന്നോട് പറയുന്നത്. നീ എന്തായാലും കൃപയെ നോക്കാൻ അങ്ങോട്ട് വരില്ലേ കൺമണി എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും ഞാൻ വരും, സാറ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന രീതിയിലൊക്കെ കൺമണിയാണെങ്കിൽ കൃഷ്ണനോട് പറയാട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം തന്നെ കൺമണി നീ എന്തൊക്കെയാണ് നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, കൃപയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് പറയുമ്പോൾ, അതെ സർ, കൃപയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. ആ സമയത്താണ് അവിടെ ഒരു അമ്മ വരുന്നത് കേട്ടോ. അതിൻ്റെ ആ കുട്ടിക്കാണെങ്കിലോ മംഗല്യയോഗമില്ല. 12 ദമ്പതിമാർക്ക് പുടവ കൊടുത്തിട്ടുണ്ടെങ്കിൽ തൻ്റെ മകൾക്ക് കല്യാണ ഭാഗ്യം ഉണ്ടാവുമെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉത്തമമായ ദമ്പതികളാണെന്ന് എനിക്ക് മനസ്സിലായി.
അതുകൊണ്ട് ഈ 12ാമത്തെ ദമ്പതികളാണ് നിങ്ങൾ, കണ്ടാൽ തന്നെ സ്നേഹസമ്പന്നരാണ് നിങ്ങൾ, ഈ ഒരു പുടവ സ്വീകരിക്കണം, എന്നിട്ട് എൻ്റെ മോളെ അനുഗ്രഹിക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൺമണിയാണെങ്കിലും കൃഷ്ണാണെങ്കിലും ഒട്ടും മടിക്കാതെ തന്നെ ആ പുടവ വാങ്ങുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ നിങ്ങൾക്ക് നല്ലതേ വരും മക്കളെ എന്നൊക്കെ പറഞ്ഞു പോന്നു. വീണ്ടും വീട്ടിലെത്തിയ കൺമണി ആ സാരിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, കൺമണി എന്തായാലും നീ വീട്ടിലേക്ക് വരണം, അമ്മയോട് ഞാൻ കൺമണി വരുമെന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നു. തീർച്ചയായും സർ, ഈ സാരി എന്താ ചെയ്യണ്ടേ? സാരി കൺമണി വെച്ചോളൂ, കൺമണി അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണിക്ക് ആ താലിമാല അഴിച്ചു കളയാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ.